പടമാണ്, കലക്കി വാരി, ഒന്നും പറയാനില്ല. ഇതിൻ്റെ മുകളിലൊന്നുമില്ല, അതുപോലെ തകർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും സ്പോയിലർ ആക്കരുത്. ഇത് ആരായിരുന്നു കൊഴുമൻ പോറ്റിയാരെന്നുള്ള സ്പോയിലർ ആക്കാതെ എല്ലാവരും നേരത്തെ ഒന്ന് കാണണം. ഒരു കാരണവശാലും OTT പടം കാണരുത്. അതിൻ്റെ ഭംഗിയോ ബിഗ് സ്ക്രീനിൽ തന്നെയാണ്. L2 കാരണവശാലും കണ്ടേക്കരുത്. OTT എല്ലാം അടിപൊളി, തകർത്തു. സൂപ്പർ പടം എൻഗേജിങ് ആണ്. നമുക്ക് ഒരു ബോറടി എന്ന് പറഞ്ഞ സാധനം ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ സൗണ്ട്, ആക്ടിങ്, ചില സ്മൈൽസ് ഒക്കെ ഉണ്ട് മമ്മൂക്കാൻ്റെ. എൻ്റെ അമ്മ നമ്മൾ പേടിച്ചു പോകും. അമ്മമാര് സ്മൈൽസ് ഒക്കെ ഉണ്ട് മമ്മൂക്ക. പിന്നെ തീർച്ചയായും അതിൻ്റെ അപ്പുറം മമ്മൂക്ക വേറെ മൂഡ്. നല്ലൊരു പടമാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത കാലത്തൊന്നും അടുത്തൊന്നും വന്നിട്ടില്ല ഇതേപോലത്തെ ഒരു പടം. നന്നായിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ് പടം. എന്ന് പറഞ്ഞാൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. എന്തുകൊണ്ടാൽ നമുക്ക് തിയേറ്ററിൽ കണ്ടാലാണ് നമുക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടിയാൽ ആ പടം എനിക്ക് അത്ര ഇഷ്ടപ്പെടുള്ളൂ. സംഭവം എല്ലാം കൊണ്ടും സൂപ്പർ പടമാണ്. മമ്മൂട്ടി വേറെ ലെവലാണ്. നമുക്ക് ഇതുവരെ കാണാത്തൊരു വേറൊരു മേക്കിംഗ് സ്റ്റൈലിലാണ് പടം എടുത്തത്. BGM ഒരു രക്ഷയില്ല, വേറൊരു ലെവൽ. നമ്മൾ പടം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കണ്ടിരുന്ന ഇങ്ങനെ ആകെ ത്രില്ലടിച്ച് നമുക്ക് ഒരു സീനിൽ പോലും ലാഗില്ല. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇങ്ങനെ ത്രില്ലടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പോകും. പടം ഒരു മൂഡിലങ്ങോട്ട് പോകും. പടം തീർന്ന പോലെ അറിയില്ല, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഈ ബ്ലാക്ക് ആൻഡ് എക്സ്പീരിയൻസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇത്ര നാളത്തെ ഇടയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ല മൂഡുള്ള പടമാണ്, വേറെ ലെവല് പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്